ജനസമക്ഷം ജനസമ്പർക്ക ഫോണിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ആക്കുളത്തിന്റെ പ്രിയങ്കരനായ കൗൺസിലർ ശ്രീമാൻ സുരേഷ് കുമാർ എസ് ആണ്. സ്വാഗതം സാർ. നമസ്കാരം സർ. കഴിഞ്ഞ 5 വർഷക്കാലത്തെ നമ്മുടെ നഗരസഭയിൽ അങ്ങയുടെ പ്രവർത്തനങ്ങളും ചെയ്ത വികസനങ്ങളും ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പറയുവാനുണ്ട്. ആക്കുളം വാർഡിലുള്ള ഏതാണ്ട് എല്ലാ റോഡുകളും തന്നെ സഞ്ചാരയോഗ്യമാക്കുവാനും ചില റോഡുകൾ വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ 5 വർഷം കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അതിൽ പ്രധാനമായി എനിക്ക് വളരെ സന്തോഷം തോന്നിയ അല്ലെങ്കിൽ തൃപ്തി തോന്നിയ ഒരു റോഡെന്ന് പറയുന്നത് ശ്രീനാരായണ ശ്രീചിത്ര തിരുനാൾ റോഡാണ്. അവിടെ വർഷങ്ങളായി വെള്ളക്കെട്ടുണ്ടായി റോഡ് നാശപ്പെട്ട് ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. സീവേജ് ലൈൻ സ്ഥാപിച്ചതിൻ്റെ ഭാഗമായി ഏതാണ്ട് 7 വർഷക്കാലം അവിടെ സഞ്ചരിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. കാൽനടക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അവിടെ 60 ലക്ഷം രൂപ മുടക്കി ഒരു പുതിയ റോഡ് നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ 40 ലക്ഷം രൂപ മുടക്കി ആ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനും സാധിച്ചു എന്നുള്ളത് എടുത്തു പറയാവുന്ന ഒരു നേട്ടമായി ഞാൻ കാണുന്നു. അതുപോലെ തന്നെ കുഞ്ചുവീട്, കിംസിന് സമീപം കുഞ്ചുവീട് എന്ന് പറയുന്ന പ്രദേശത്ത് എപ്പോഴും ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നൊരു പ്രദേശമായിരുന്നു. അവിടെ 50 ലക്ഷം രൂപയോളം മുടക്കി ഒരു പുതിയ ഓട പണിയുകയും അവിടുത്തെ വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം കാണുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഒരു വെൽനസ് സെൻറ്റർ, ഹെൽത്ത് വെൽനസ് സെൻറ്റർ ശിശുമന്ദിരം എന്ന് പറയുന്ന നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിൽ അതിൻ്റെ പണികൾ പൂർത്തിയായി അടുത്ത ആഴ്ച ഉദ്ഘാടനം വച്ചിരിക്കുകയാണ്. തീർച്ചയായും അവിടെ സമീപത്തുള്ള രോഗികൾക്ക് ഒരു വലിയ ആശ്വാസം തന്നെയാണ് ഈ സ്ഥാപനം. അതുപോലെ തന്നെ വാർഡിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുവാനും ഗ്യാസ് കണക്ഷൻ കൊടുക്കുവാനും സാധിച്ചു. ഏതാണ്ട് 300ഓളം പേർക്ക് സൗജന്യമായി പൈപ്പ് കണക്ഷൻ കൊടുക്കാൻ സാധിച്ചു. അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും കാർഷിക മേഖലയിലുള്ള ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയിലുള്ള ആനുകൂല്യങ്ങളും ക്ഷീര മേഖലയിലുള്ള ആനുകൂല്യങ്ങളും കൊടുക്കാൻ സാധിച്ചു. കുടിവെള്ള പ്രശ്നത്തിന് മറ്റുള്ള വാർഡുകളെ അപേക്ഷിച്ച്, മറ്റുള്ള വാർഡുകളെന്ന് പറയുമ്പോൾ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ മറ്റു പല വാർഡുകളിലും അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ആക്കുളം വാർഡിൽ അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ചില ദിവസങ്ങളിലൊക്കെ കുടിവെള്ളം മുടങ്ങും എന്നുള്ളതല്ലാതെ സ്ഥിരമായ ഒരു കുടിവെള്ള പ്രശ്നം ആ വാർഡിലില്ല. അതുപോലെ തന്നെ കുളങ്ങൾ 6 കുളങ്ങളാണുള്ളത്. അതിലെല്ലാ കുളങ്ങളും നവീകരിച്ചിട്ടുണ്ട്. 2 കുളങ്ങളുടെ പണി ഒരെണ്ണം ആരംഭിച്ചു കഴിഞ്ഞു, കോട്ടുച്ചിറ കുളം എന്ന് പറയും. മറ്റൊന്ന് ടെൻഡർ നടപടി പൂർത്തിയായിരിക്കുകയാണ്, ഒരു കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞു. അത് മുണ്ടനാട് കുളം എന്നാണ് അറിയപ്പെടുന്നത്. 3ാമതൊരു കുളം ഉള്ളത് ഓമനക്കുളം. അത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ മുടക്കി അതിൻ്റെ പണിയും ഉടനെ ആരംഭിക്കുന്നതാണ്. ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാൻ പറ്റുന്ന വികസനം എന്ന് പറയുന്നത് നമ്മുടെ ശിശുമന്ദിരം എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ്റെ തന്നെ ഒരു ബിൽഡിംഗ്, അതിൻ്റെ മേൽക്കൂര പുതിയതായി പണിയുവാനും അവിടെ ഈ കൊച്ചു കൊച്ചു കല്യാണ പാർട്ടികളും അതുപോലെ തന്നെ ആ സമീപത്തുള്ള ആളുകളുടെ ചെറിയ ചെറിയ ഫംഗ്ഷനും ഒക്കെ നടത്തുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുവാൻ, ഒരു ഹാള് പണിയാൻ സാധിച്ചു. അത് ആ പ്രദേശത്തിന് വലിയൊരു ആശ്വാസം തന്നെയാണ്. തെരുവ് വിളക്കുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് 90% പ്രദേശങ്ങളിലും തെരുവ് വിളക്കുകൾ എത്തിയിട്ടുണ്ട്, കത്തുന്നുമുണ്ട്. ഏതെങ്കിലും ഒരു ചില സ്ഥലങ്ങളിൽ മാത്രം ചിലപ്പോൾ തെരുവുവിളക്കുകൾ കത്താതാവുകയും അത് അധികാരികളെ അറിയിച്ചാൽ ഉടൻ തന്നെ അത് മാറ്റുന്ന സാഹചര്യവും നിലവിലുണ്ട്. അതുപോലെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം ഒരുപക്ഷെ എല്ലാ വർഷവും എല്ലാ വാർഡിലും അനുവദിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായും ഈ വർഷവും അതുപോലെ തന്നെ 2 ലക്ഷം രൂപയിൽ കൂടുതൽ നഗരസഭയുടെ ഫണ്ടിൽ നിന്നും എടുത്ത് മഴക്കാലപൂർവ്വ ശുചീകരണം ഒരുവിധം ഭംഗിയായി ചെയ്യാൻ സാധിച്ചു. സമ്പൂർണമായി വിജയിക്കാൻ കഴിയാത്ത ഒരു മേഖല തെരുവ് നായ്ക്കളുടെ ശല്യമാണ്. അത് നമ്മുടെ നിയമപ്രശ്നങ്ങൾ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നായ്ക്കളോടുള്ള സമീപനം, ആ നിയമം നമ്മെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അത് കാരണം പുതിയ നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു എന്ന് പത്രത്തിലുണ്ടായിരുന്നു. അത് കുറച്ച് ആശ്വാസകരമാണ്. അതായത് വയലൻ്റായി പോകുന്ന അല്ലെങ്കിൽ അസുഖബാധിതരായ തെരുവ് നായ്ക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ തന്നെ ഒരു പുതിയ നയം കൊണ്ടുവന്നിട്ട് അത് ആശ്വാസം തന്നെയാണ്. വരും ദിവസങ്ങളിൽ അത് ഉപയോഗപ്പെടുമെന്നാണ് കരുതുന്നത്. ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ വളരെ തൃപ്തികരമായ രീതിയിൽ തന്നെ ഈ 5 വർഷവും പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്.
ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. Hello, I'm Dr. Rehna, Alpha Hill Skin and Hair Clinic. നമ്മളിവിടെ വേരിയസ് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പയർ ഫേഷ്യൽ, മെസോതെറാപ്പി, സ്കിൻ ബൂസ്റ്റേഴ്സ്, ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് കെമിക്കൽ പീൽ, ഗ്ലൂട്ടത്തിയോൺ IV ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്സ്. ആന്റി ഏജിംഗിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫില്ലേഴ്സ്, ബോട്ടോക്സ്, ത്രെഡ് ലിഫ്റ്റ്, കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോ ട്രീറ്റ്മെന്റ് ആണ്. കൂടാതെ PRP, GFC, അഡ്വാൻസ് എക്സസോംസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ്. ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ്, ലോക്സ്, മൺചിത്ര താഴുകൾ, പ്ലൈവുഡ്, PVC ആൻഡ് UPVC ഡോറുകൾ, വിൻഡോ ഗ്ലാസ്, വാൾപേപ്പർ, പ്രമുഖ കമ്പനികളുടെ മൾട്ടി വുഡുകൾ, PVC ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡുലാർ കിച്ചൺ, പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഗ്ലാസ് പോയിന്റ്, പവർ ഹൗസ് റോഡ്, ചാലൈ, ട്രിവാൻഡ്രം. യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ. ഓ, ഞങ്ങളോടൊപ്പം ആക്കുളത്തിന്റെ പ്രിയങ്കരനായ കൗൺസിലർ സുരേഷ് കുമാർ ഉണ്ട്. അദ്ദേഹം ഒരുപാട് വികസന കാര്യങ്ങൾ അവിടെ ചെയ്തതിനെ കുറിച്ച് ഞങ്ങളടുത്ത് പറഞ്ഞു. അപ്പൊ ഇനി അവിടെ കൂടുതൽ വികസനങ്ങൾ എന്തെങ്കിലും വേണമോ എന്ന് ഞാനും അദ്ദേഹവും കാത്തിരിക്കുകയാണ്. സംസാരിക്കാം. ഇനി അവിടെ കൂടുതൽ വികസനങ്ങൾ എന്താണ് വേണ്ടത്, താങ്കളുടെ ഭാഗത്തുള്ള നിർദ്ദേശങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സംസാരിക്കാം. ഏകദേശം 2 കോടി രൂപയുടെ വികസനം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് പെൻഡിങ് വർക്ക് അദ്ദേഹം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്കൊരു നല്ല കൗൺസിലറാണ് കിട്ടിയിട്ടുള്ളത്. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം. ഏത് കാര്യത്തിലും കൗൺസിലർ ഇടപെടുന്നുണ്ട്, ഫോൺ എടുക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. വ്യക്തിപരമായ രീതിയിലും അല്ലാതെയും ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് കൗൺസിലർ സൈഡിൽ നിന്നും ഉണ്ട്. ഹലോ, പറഞ്ഞോളൂ. വികസനത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ല രീതിയിലാണ് ചെയ്ത് വരുന്നത്. അതൊക്കെ അദ്ദേഹം അതൊക്കെ പുള്ളി പറഞ്ഞു. അതൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കിനി കൂടുതലായിട്ട് എന്തെങ്കിലും വേണമോ അത് ചോദിക്കാനാണ് വിളിച്ചത്. നമുക്കിനി ചെറിയ ചെറിയ 1-2 വർക്കുകളുണ്ട്. പറഞ്ഞോളൂ. പറഞ്ഞിരിക്കുന്നത് ഞങ്ങളും കൂടെ വർക്കുകൾ അറിഞ്ഞോട്ടെ, ചാനലിൽ കൂടെ ജനങ്ങളൊന്നും അറിയട്ടെ. ഇവിടെ റോഡിന്റെ ചെറിയൊരു വർക്കുണ്ട്. അത് അതിന്റെ ഫണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൗൺസിലില്. അതിപ്പോ ഏകദേശം ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൂടെ വരെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. ഓക്കെ, ഏകദേശം ഒരു 90% കൂടി ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇദ്ദേഹം വന്നപ്പോ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു കൗൺസിലർ കിട്ടിയിട്ടുണ്ട്. അടിപൊളി. എന്താ എനിക്ക് പറയാനുള്ളൂ. ശരി, താങ്കളുടെ പേരൊന്ന് പറയാമോ? എന്റെ പേര് അജയ് എന്നാണ്. ഞാൻ ഇവിടുത്തെ അസോസിയേഷൻ സെക്രട്ടറിയാണ്. അസോസിയേഷൻ സെക്രട്ടറിയാണ്. ഏത് അസോസിയേഷൻ ആണെന്ന് പറയാമോ? അല്ലാതെ ഷോർട്ടായിട്ട് 2-3 പേരുകളില്ലേ?
ആ GPR DP ഡോക്ടർ സീറോ റവന്യൂ റെസിഡൻസ് അസോസിയേഷൻ DPAR സെക്രട്ടറിയാണ് ഞാൻ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഈ നേരത്തെ പറഞ്ഞു കൃഷി മേഖലയിൽ നമ്മൾ ഇതുവരെ കഴിഞ്ഞ 5 വർഷക്കാലം ഈ കൃഷി മേഖലയിൽ എത്ര ആളുകൾക്ക്, നേരത്തെ നമ്മൾ ഓടിച്ചങ്ങ് പറഞ്ഞു, എത്ര ആളുകൾക്ക് ഈ പറഞ്ഞ കണക്ക് മുട്ടക്കോഴിയായാലും ആടായാലും ഇതെല്ലാം ഒരു സിറ്റി മേഖലയാണ്. അതെ. അപ്പൊ ഇതൊക്കെ എത്രത്തോളം പോയിട്ടുണ്ടാവും? ആക്കുളം വാർഡിൽ ഈ 5 വർഷക്കാലവും ഓരോ വർഷവും 200ഓളം പേർക്ക് കോഴിക്കുഞ്ഞുങ്ങളെ, 200 എക്സാക്ട് 200 150നും 200നും ഇടയ്ക്ക് ആളുകൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഈ കഴിഞ്ഞ വർഷം ചെയ്തതാണെങ്കിൽ 10,000 പച്ചക്കറി തൈകൾ കൊടുത്തു, 3,500 ചെടിച്ചട്ടികൾ കൊടുത്തു, അതായത് ചെടി നടുന്നതിനുള്ള പോട്ട് കൊടുക്കാൻ സാധിച്ചു. 1000-ൽ പരം ആളുകൾക്ക് കിഴങ്ങ് വർഗ്ഗ കിറ്റ് കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ കാർഷിക മേഖലയിൽ എന്തെല്ലാം ആനുകൂല്യങ്ങൾ നമ്മുടെ കൃഷിഭവൻ വഴി ലഭിക്കുമോ അതെല്ലാം പരമാവധി ചെയ്തു എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അതുപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയിൽ മറ്റ് ആനുകൂല്യങ്ങൾ, അതായത് പശു വളർത്തലായാലും ക്ഷീരമേഖലയിലുള്ള ആനുകൂല്യത്തിനായാലും അർഹരായ ആളുകൾ, അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോ ആ പ്രദേശത്ത് എത്ര പേര് പെൻഷൻ വാങ്ങുന്നുണ്ട്? വിവിധ പെൻഷനുകൾ എത്ര പേര് വാങ്ങുന്നുണ്ടായിരിക്കും? കൃത്യമായ ഒരു എണ്ണമില്ല, എന്നാലും പരമാവധി 60 വയസ്സ് തികയുന്ന ആളുകൾ മിക്കവാറും പേർ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവരെയൊക്കെ പല രീതിയിലും റെസിഡൻസ് അസോസിയേഷൻ വഴിയും അതുപോലെ തന്നെ കുടുംബശ്രീ വഴിയും മറ്റ് സംഘടനകൾ വഴിയും ഒക്കെ 60 വയസ്സായവരെയും വിധവകളായവരെയും ഒക്കെ കണ്ടുപിടിക്കുകയും അവർക്ക് അപേക്ഷിക്കേണ്ട സമയമാകുമ്പോൾ തന്നെ അപേക്ഷിക്കുകയും നഗരസഭയുടെ ബാക്കി നടപടികൾ പൂർത്തിയാക്കി 2-3 മാസത്തിനുള്ളിൽ പെൻഷൻ കൊടുക്കുന്നുള്ള നടപടികളും നടന്നു വരികയാണ്. നമ്മുടെ ഭവന പദ്ധതിയിൽ എത്ര വീട്, സ്ഥലം, വീട്, അതുപോലെ മെയിൻ്റനൻസ്? ഭവന പദ്ധതികൾ നമുക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ലൈഫ് എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള, ലൈഫ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഭൂമി നൽകുന്നത്, വീട് വയ്ക്കുന്നതിനുള്ള ഭൂമി നൽകുന്നതിനുള്ള തുക അനുവദിക്കുന്നത്. അത് ജനറൽ വിഭാഗത്തിന് 5,4 ലക്ഷം രൂപയും പട്ടികജാതി വിഭാഗത്തിന് 6 ലക്ഷം രൂപയുമാണ്. 3 സെന്റ് സ്ഥലം വാങ്ങണം. അത് അപേക്ഷിച്ചവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞു. കാരണം ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ച ആളുകളുടെ എണ്ണം ഇപ്പോൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ലൈഫ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനിയും കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. പട്ടികജാതി മേഖലയിലാണെങ്കിൽ അപേക്ഷിച്ചവർക്ക് മുഴുവൻ പേർക്കും കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. വീട് മെയിൻ്റനൻസ്, അതായത് ഭവന നവീകരണം ഈ 5 വർഷം കൊണ്ട് ഏതാണ്ട് ഓരോ വർഷവും 20 പേർക്കെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 5 പേർക്കാണ് ഒരു വാർഡിൽ കൊടുക്കാൻ കഴിയുന്നത്. പക്ഷേ മറ്റു ചില വാർഡുകളിൽ ഈ ആനുകൂല്യം വാങ്ങിക്കാൻ ആളില്ലാതെ വരുമ്പോൾ അത് മറ്റു വാർഡുകളിലേക്ക് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അതുകൂടി നേടിയെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഓരോ വർഷവും 20 പേർക്ക് വീതം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കമ്പാരിറ്റീവ്ലി ആശ്വാസം തരുന്നതാണ്. ഈ അതിദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള എത്ര പേരുണ്ടാവും കുടുംബങ്ങൾ? അങ്ങനെ അതിദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള 20-നകത്തുള്ള ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ അർഹമായ ആനുകൂല്യങ്ങൾ, വീട് വയ്ക്കുന്നതിനായാലും ഭവന നവീകരണത്തിനായാലും നഗരസഭ ഇടപെട്ട് തന്നെ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭവന നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 5 വർഷക്കാലത്തിനിടയിലാണ് നമ്മൾ ഇത്രയും പറഞ്ഞ വീട് വെക്കാനുള്ള സ്ഥലം മേടിച്ചു കൊടുത്തിട്ടുള്ളത്. സ്ഥലവും വീടുമായിട്ട് മെയിൻ്റനൻസും ഭൂമി വാങ്ങലും അതുപോലെ തന്നെ PMAY പദ്ധതി പ്രകാരം ഭവന നിർമ്മാണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ കട്ടില് എത്രത്തോളം കട്ടിലുകൾ കിടപ്പുരോഗികൾ കൊടുത്തു? കട്ടിലുകൾ എല്ലാ വർഷവും, കഴിഞ്ഞ വർഷം 70 പേർക്ക് കൊടുത്തു, അതിന്റെ മുമ്പിലത്തെ വർഷം 140 പേർക്ക് കൊടുത്തു. ഈ വർഷം ഏതാണ്ട് 80ഓളം പേർ അപേക്ഷിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഒരു ശരാശരി 75-നും 100-നും ഇടയ്ക്കുള്ള ആളുകൾക്ക് കട്ടിൽ വിതരണം നടത്തിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ. Chungat Gold, precious like me. Joint Commission International, or JCI, is the gold standard for hospital safety and quality.
SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world-class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. Fashion for all at my own Parthas. 60 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SKP ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ വെഞ്ചർ, സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം, അതാണ് ടിംബാഗ് ഗ്രൂപ്പ്. വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിലെത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം. മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം, കാലത്തെ അതിജീവിക്കുന്ന ആന്റിക് ഡിസൈനുകൾ, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, ഡൈനിങ് സെറ്റുകൾ, മനസ്സിനിണങ്ങിയ ഫർണിച്ചർ, മനസ്സിനിണങ്ങിയ വിലയിൽ. ടിംബാഗ് ഗ്രൂപ്പ്. ടിംബാഗ് ഗ്രൂപ്പ്, the biggest wooden furniture showroom in the heart of the city. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ. റിയൽ ഓണത്തിൽ വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. Pitapillil Agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting, a testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank, together we can. ജനസമക്ഷം ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ. ആക്കുളം വാർഡിന്റെ പ്രിയങ്കരനായ കൗൺസിലർ സുരേഷ് കുമാർ എസ് ഞങ്ങളോടൊപ്പം ഉണ്ട്. അദ്ദേഹം വികസനത്തിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമുക്കിനി അറിയേണ്ടത് അവിടെ ഇനി കൂടുതലായി എന്തെങ്കിലും വികസനങ്ങൾ ആവശ്യമുണ്ടോ? അപ്പൊ അത് കേൾക്കുവാനായി ഞാനും എന്നോടൊപ്പം സുരേഷ് കുമാറും കാത്തിരിക്കുന്നു. സംസാരിക്കാം. ഇവിടെ ഇപ്പോ കൗൺസിലറുകൾ ജനങ്ങളെ ബാധിക്കുന്നതായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് റോഡ് വികസനം, കുടിവെള്ള പ്രശ്നങ്ങള്, മറ്റു തരത്തിലുള്ള ആൾക്കാരുടെ പരാതികള്, ഇതെല്ലാമാണ്. ഇത് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ചും ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സർവത്തിലെ ആൾക്കാരും അവരുടെ ആവശ്യങ്ങൾക്കായി സാധാരണ മറ്റ് എവിടെ പോകുന്നതിന് സർക്കാരിന്റെ മുമ്പിലോ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് മുമ്പിൽ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാ വിഭാഗം ആൾക്കാരും കൗൺസിലറെ സമീപിക്കാവും. അങ്ങനെ വരുമ്പോ ഇപ്പോ ഗതാഗത കാര്യത്തിന് റോഡ് വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എന്റെ റോഡിന് ഞാൻ റോഡിൽ പഠിച്ചു കണ്ടാൽ ഞാൻ കൗൺസിലറെ സമീപിക്കാറുണ്ട്. അദ്ദേഹം അന്നേരം പൈസ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പൈസ ഏതെങ്കിലും ഹലോ സർ. സർ ഹലോ. ഹലോ സർ. ഹലോ. ഹലോ. ഇനിയിപ്പോ ആവശ്യമുള്ളത് ഈ സത്യം പറഞ്ഞാൽ വഴി ഇറങ്ങി നടക്കാൻ വയ്യാത്ത തരത്തിൽ നമ്മുടെ നായ്ക്കള് പട്ടികളുടെ ശല്യം ഇഷ്ടം മൂലയുണ്ട്. അത് എങ്ങനെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും? ഇന്നത്തെ അവസ്ഥയിൽ ഈ പക്ഷി ശല്യം ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടി പ്രത്യേകിച്ചും ആൾക്കാർ കൂടുതൽ ജീവിപ്പാർക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണ് നമ്മുടെയൊക്കെ ചുറ്റുപാടും. അപ്പൊ അവിടെയൊക്കെ ഉള്ളത് ഈ പട്ടികളുടെ ശല്യം എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായ ചില പ്രശ്നങ്ങളാണ്.
അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഈ സാംക്രമിക രോഗങ്ങള് പുറത്തേക്ക് വരുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെയും കൂടി ഇടപെടൽ വരത്തക്ക തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സാധിക്കുമെന്നാണ്. ഇപ്പൊ പട്ടിയെ പിടിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം വിചാരിച്ചൊരു കാര്യമില്ല എന്ന് പറയുമ്പോൾ കാര്യങ്ങളിൽ സഹായ സഹകരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തും മാത്രമാണ് ഉണ്ടാകേണ്ടതെന്നാണ് ഞങ്ങളെ കൂടെ എല്ലാവരും പറയാറുണ്ട്. ബാക്കി എല്ലാ കാര്യത്തിലും സമീപിക്കാറുണ്ട്. ഞങ്ങൾക്ക് വരുന്ന സ്വീകരിക്കാവുന്ന കാര്യം നേരത്തെ ചെയ്തു തരാറുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. മറുപടി പറയാം. നായ്ക്കളുടെ വിഷയത്തിൽ ഇന്നിപ്പോൾ സർക്കാർ ഒരു ആശ്വാസകരമായ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഈ നായ്ക്കളുടെ ശല്യം നമുക്ക് കുറയ്ക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഇന്നത്തെ പത്രം വായിച്ചവർക്ക് അത് വായിക്കാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. നായ്ക്കളുടെ അതായത് അതീവ ഗുരുതരമായ രോഗം ബാധിച്ച നായ്ക്കള്, മറ്റ് വിഷബാധയേറ്റ നായ്ക്കള്, അങ്ങനെയുള്ള നായ്ക്കളെയൊക്കെ ദയാവധം ചെയ്യുന്നതിന് സർക്കാർ അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഭാവിയിൽ അത് നമുക്ക് ഗുണം ചെയ്യും എന്നാണ് കരുതേണ്ടത്. അതുപോലെ തന്നെ മറ്റ് വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ നമ്മുടെ ഈ വീടുകളിലും മറ്റൊക്കെ ഈ പച്ചക്കറിയിലും മറ്റു കാര്യങ്ങൾക്കും നാട്ടുവാർത്തകളിലൊക്കെ വേണ്ടുന്ന പിന്നെ കട്ടിയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് നാട്ടുവാർത്തകളെ ചെടിവെക്കുന്നുണ്ടെങ്കിൽ പച്ചക്കറികളൊന്നും തന്നെ നേരെ അത് പിന്നെ അതൊരു പാഴ്ചെലവ് പോലെ തോന്നിയിട്ടുണ്ട്. അത് വളരുന്നില്ല. എന്താണ് അതിനുള്ള കാരണം? അതിന് വളങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അവർ വന്നിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാം നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും ആദായം കിട്ടുന്നില്ല. അതിനൊരു പരിഹാരം എങ്ങനെ? അപ്പൊ അത് വിത്തിന്റെയോ തൈകളുടെയോ തന്നെ കിട്ടുന്നതാണോ? അതുപോലുള്ള കാര്യങ്ങൾ വേണ്ടുന്ന നിർദ്ദേശങ്ങളെ അവിടെ നിന്ന് കൗൺസിലറുടെ ഭാഗത്ത് നിന്ന് കിട്ടാൻ വളരെ ഉപകാരമായിരിക്കും. പറഞ്ഞു. അല്ല, ഈ വിത്തും വളവും എന്ന് പറയുന്നത് സർക്കാർ തരുന്നതാണ്. അതിനകത്ത് പിന്നെ കൗൺസിലർക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും തരാനില്ല. സർക്കാർ കൃഷിഭവൻ വഴി കൊടുക്കുന്ന വിത്തും തൈകളാണ്. ചില സമയത്ത് നല്ല തൈകളായിരിക്കാം, ചില സമയത്ത് അത് മോശപ്പെട്ടതായിരിക്കാം. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ അഭിപ്രായം കൃഷിഭവനിലൊക്കെ അറിയിക്കുകയും മെച്ചപ്പെട്ട സേവനം, മെച്ചപ്പെട്ട വിത്തും വളവും തരുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നതുമായിരിക്കും. ഓക്കെ സാർ, സാറിന്റെ പേരെന്ന് പറയാമോ? ഓക്കെ സാർ, താങ്ക് യു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും munnacreations@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.